പാതിരാത്രിയുടെ നിശബ്ദതയിൽ നിലാവെളിച്ചം മാത്രം വഴികാട്ടിയായി പഴയ തറവാട്ട് വീട്ടിലെ ഇരുണ്ട കോണിപ്പടികൾ കയറി. ഒരു നേർത്ത നിലവിളി അവളുടെ കാതുകളിൽ മുഴങ്ങി. അതോ അവളുടെ തോന്നലോ? മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ രാക്ഷസന്മാർ ഒളിച്ചിരിപ്പുണ്ടെന്ന്. ബാക്കി കാണുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബാക്കി കേൾക്കാം. പാതി മനുഷ്യരും പാതി മൃഗങ്ങളുമെന്ന്. ഓരോ പടവിലും കാലടിവെപ്പുകൾക്ക് ഒരു തണുത്ത കരസ്പർശം. അവളുടെ ഹൃദയം കൊട്ടാരത്തിലെ ചെണ്ട പോലെ മിടിച്ചു. മുറിയിലെത്തിയപ്പോൾ ജനലിൽ ഒരു നിഴൽ രൂപം. വായുവിൽ ഒരു നേർത്ത മണമുണ്ടായിരുന്നു, അഴുകിയ പൂക്കളുടെയും പഴയ മരത്തിന്റെയും. അവൾക്ക് തോന്നി ആ രൂപം അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടെന്ന്. ഭീകരമായ ഒരു ചിരി. അതൊരു യക്ഷിയാണോ അതോ മുത്തശ്ശി പറഞ്ഞ രാക്ഷസനോ? അവളുടെ ശരീരം വിറച്ചു, പക്ഷെ ഭയത്തെക്കാൾ ഉപരിയായി ഒരുതരം ആകർഷണം. പെട്ടെന്ന് ആ നിഴൽ രൂപം ഒരു വെളിച്ചമായി മാറി. അതിൽ നിന്നും ഒരു പാട്ട് ഒഴുകിയെത്തി, കാടിന്റെയും പുഴയുടെയും കഥകൾ പറയുന്ന ഒരു താരാട്ടുപാട്ട്. ഭീകരരൂപമായി കണ്ടത് ഒരു വനദേവതയാണോ? അവളുടെ ഭയം മാഞ്ഞു, പകരം ഒരു മാന്ത്രിക ലോകത്തേക്ക് എത്തിപ്പെട്ടതുപോലെ തോന്നി. ആ പാട്ടിൽ ലയിച്ച് ലീല ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കാടിന്റെ ഇരുട്ടിൽ മിന്നാമിനുങ്ങുകൾ വെളിച്ചം വിതറി. അവൾക്കറിയാമായിരുന്നു ഈ രാത്രി മറക്കാനാവാത്ത ഒന്നായിരിക്കുമെന്ന്.